നമുക്ക് ഇന്ന് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കൂടുതൽ രുചി തോന്നിയിട്ടുള്ളത് നല്ല പഴുത്ത പഴത്തിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോഴാണ്. ചിലവർക്ക് അത്ര പഴുത്തത് ഇഷ്ടമല്ല. പിന്നെ കനം കുറച്ച് ഇങ്ങനെ കുഞ്ഞിതാക്കിയിട്ടാണ് നമ്മൾ നുറുക്കിയെടുത്തത് കേട്ടോ. പിന്നെ വറുക്കാൻ ആവശ്യത്തിന് ഒരു ചീനച്ചട്ടി. നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് മൈദ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര, കളറിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചിലർ മുട്ട ചേർക്കും. മുട്ട ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളിന്ന് ഇപ്പോൾ ബാറ്ററിൽ മുട്ട ചേർത്തിട്ടില്ല. 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കണം. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട്. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ബാറ്ററിലേക്ക് ഓരോ പഴവും നുറുക്കി വെച്ചത് മുക്കി ഇടുകയാണ് ചെയ്തത്. കരിഞ്ഞു പോവാതെ മറച്ചും തിരിച്ചും ഇട്ട് വറുത്തെടുക്കുന്നു. അതിനുശേഷം മാറ്റിയിട്ട് അങ്ങനെ ഓരോന്നും നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിൽ മാവ് പൊങ്ങി വരാനായിട്ട് സോഡാപ്പൊടി അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വയറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലവർക്ക് ഇങ്ങനെ എണ്ണ പലഹാരമൊക്കെ കഴിക്കുമ്പോൾ അധികം വയറിന് പ്രോബ്ലമൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള സോഡാപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് പഴം പൊരിച്ചെടുക്കാം. താങ്ക് യു.